മേഘാലയയിലെ ഹണിമൂൺ വധക്കേസിലെ മുഖ്യപ്രതി സോനം രഘുവൻഷിയെ ഷില്ലോങ്ങിലെത്തിച്ചു. പ്രതിയെ കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും. 20 ലക്ഷം രൂപയ്ക്കാണ് സോനം കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയത്. ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഈ കൊലപാതകം ആസൂത്രിതമായിരുന്നു. ഇവര് ആ കൊലപാതകം കണ്ടുനിന്ന് പല നിർദ്ദേശങ്ങളും നൽകിയെന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇന്നിപ്പോൾ തെളിവെടുപ്പ് നടക്കാനിരിക്കുകയാണല്ലോ, വിവരങ്ങൾ. ക്രിസ്റ്റീന റീജിത്ത്, ഇന്ന് ഈ പ്രധാന പ്രതിയായിട്ടുള്ള സോനം രഘുവൻഷി ഇന്നലെ രാത്രിയാണ് പാറ്റ്ന വിമാനത്താവളത്തിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് എത്തിച്ചത്. ബാക്കി 4 പ്രതികൾ കൂടിയുണ്ട്. അവരെ ഇന്ന് ഷില്ലോങ്ങിലേക്ക് എത്തിക്കും. ഇതിൽ പ്രധാനപ്പെട്ട 3 കൊലയാളികൾ ഇൻഡോറിലെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് ഇന്നലെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങി ഷില്ലോങ്ങിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് അവരെത്തും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തുക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്, അതായത് ഈ വിവാഹശേഷം ഹണിമൂണിനായി ഈ സോനം തീരുമാനിക്കുന്നു. ഹണിമൂണിന് ഇവർ ഷില്ലോങ്ങിലെത്തുന്നു ഭർത്താവുമൊത്ത്. അതിനുശേഷം ഈ ട്രെക്കിങ്ങിന് ഈ സ്ഥലം തിരഞ്ഞെടുത്തത്, അത് സോനം സാധാരണ ഗൂഗിളിൽ തിരഞ്ഞെടുത്ത് സാധാരണയായി തിരഞ്ഞെടുത്ത ഒരു ലൊക്കേഷനാണ് എന്നാണ് പോലീസ് പറയുന്നത്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഷില്ലോങ്ങിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ഷില്ലോങ്ങിൽ താൻ ആദ്യമായിട്ടാണ് വന്നത് എന്നാണ് സോനം പറയുന്നത്. മാത്രമല്ല, ഈ 3 കൊലയാളികൾ, അത് ഈ ആൺ സുഹൃത്തായിട്ടുള്ള രാജ് കുശ്വാഹയുടെ സുഹൃത്തുക്കളാണ്. ഈ സുഹൃത്തുക്കളോട് സഹായം അഭ്യർത്ഥിച്ചതാണ് രാജ് കുശ്വാഹ ഇങ്ങനെ ഒരു ആവശ്യത്തിന്. അവർക്ക് പണം വാഗ്ദാനം ചെയ്തത് പക്ഷം സോനമാണ്. 20 ലക്ഷം രൂപയാണ് ഈ കൊലപാതകത്തിന് സഹായിച്ചാൽ വാഗ്ദാനം ചെയ്തിരുന്നത്. അതിനുശേഷം ഇവർ ഈ കൊല നടത്തിയതിന് ശേഷം ഈ ഷില്ലോങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ കുറിച്ചും പോലീസിന് ഏതാണ്ടൊരു വഴി തെളിഞ്ഞിട്ടുണ്ട്. അതായത് ഈ കൊല നടത്തി 23-ാം തീയതി ഈ കൊല നടത്തി ഈ കാട്ടിനുള്ളിൽ വെച്ച് മൃതദേഹം മറവ് ചെയ്യാനും ഈ മലയിടുക്കിലേക്ക് എടുത്തെറിയാനും സോനവും സഹായിച്ചിരുന്നു. അതിനുശേഷം സോനം അവിടുന്ന് ആ മലയിടുക്കിൽ നിന്ന് താഴെ ഷില്ലോങ്ങിലെത്തി. അവിടുന്ന് ഒരു ടാക്സിയിലാണ് ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ നിന്ന് ടാക്സിയിലാണ് ഷില്ലോങ്ങിലേക്ക് പോയത്. അവിടുന്ന് മറ്റൊരു ടാക്സി പിടിച്ചാണ് അസമിലെ ഗുവാഹത്തിയിലേക്ക് വന്നത്. അവിടുന്ന് ട്രെയിൻ മാർഗം മധ്യപ്രദേശിലെ ഇൻഡോറിലേക്ക് പോയെന്നാണ് പോലീസ് പറയുന്നത്. ഈ കൂടെ ഉണ്ടായിരുന്ന കൊലയാളികളും സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ഷില്ലോങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പല സമയങ്ങളിലാണ് ഇവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കൊല നടത്താൻ മാത്രമല്ല, കൊല കഴിഞ്ഞതിന് ശേഷം രക്ഷപ്പെടുന്നതിൽ പോലും ഇവർ ആസൂത്രണം നടത്തിയിരുന്നു. പക്ഷേ പലയിടങ്ങളിലും പിഴവ് പറ്റിയിരുന്നു. കാരണം ഈ സോനത്തിൻ്റെ ഫോണ് ഇതുവരെയ്ക്കും പോലീസിന് റിക്കവർ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇതിലെ CDR വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ കൊലപാതക ദിവസവും ഈ ആൺസുഹൃത്തായിട്ടുള്ള രാജ് കുശ്വാഹയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ രാജ് കുശ്വാഹ പലതവണ ഈ കൊലയാളികളുമായും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ പല തെളിവുകളും പോലീസ് നിലവിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളൊക്കെ നടത്തുക. ശരി, ഹണിമൂൺ വധക്കേസിലെ ചുരുളഴിക്കുകയാണ് പോലീസ്. മുഖ്യപ്രതി സോനം രഘുവൻഷിയെ ഷില്ലോങ്ങിൽ എത്തിച്ചിട്ടുണ്ട്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.